ഈ സ്മൂത്തി കുടിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാണ്ട്. അപ്പം അതും കൂടി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ഫലം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യണം. ഹെൽത്തി ആയിട്ട് വണ്ണം കൂട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. ശരീരത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും സ്കിന്നിന് ഗ്ലോ കിട്ടാനൊക്കെ ഇത് സഹായിക്കും. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിതിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനായിട്ട് ഇവിടെ ഒരു 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി അത് കുരു കളഞ്ഞിട്ട് ഒന്ന് കുതിർത്താൻ വെക്കണം. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കൂടാതെ 3 ബദാം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്താൻ വെക്കാം. തൂക്കം കൂടാൻ ആഗ്രഹിക്കുന്നവർ ഇത് മെയിൻ മീലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ ഇടയിലായിട്ട് വേണം കഴിക്കാൻ. ഒന്നില്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 10-11 മണിക്ക് കഴിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4-5 മണിക്ക് വേണമെങ്കിൽ കഴിക്കാം. വെയിറ്റ് കൂട്ടാനായിട്ട് ഡയറ്റ് ചെയ്യുന്നവർ അവരുടെ തൂക്കത്തിനനുസരിച്ചുള്ള വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നിലക്കടല ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു പിടി നിലക്കടല ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർ ഇതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും എക്സസൈസും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. അരമണിക്കൂർ യോഗ പോലുള്ള എക്സസൈസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള എക്സസൈസുകൾ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടത്തം, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഇവിടെ ഇപ്പോൾ 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 1 മതി. അരയ്ക്കാൻ വേണ്ടിയിട്ട് പാല് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള ഈന്തപ്പഴം, ഓട്സ്, ബദാം ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അരച്ചെടുക്കാം. വൈകുന്നേരം സ്മൂത്തി കുടിക്കുകയാണെങ്കിൽ രാവിലെ ഒരു 10-11 മണിക്ക് പയറുവർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഒരു പിടി ചെറുപയറോ അല്ലെങ്കിൽ കടലയോ അല്ലെങ്കിൽ വൻപയറോ വേവിച്ചിട്ട് അത് കഴിക്കാം. ഇതിന് പുറമേയായിട്ട് ഒരു ആപ്പിളും ഒരു ഓറഞ്ചൊക്കെ കഴിക്കാം. ഓറഞ്ചിന് പകരം പേരയ്ക്ക കഴിച്ചാലും മതി. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അരമണിക്കൂർ മുമ്പ് ഒരു 1/2 ടീസ്പൂൺ ചിയാ സീഡ് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിയാ സീഡ് അരയ്ക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ വെറുതെ ചേർത്ത് കൊടുത്താൽ മതി. ചിയാ സീഡ്സ് വളരെയധികം വൈറ്റമിൻസും ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വളരെയധികം ഹെൽത്തിന് ഗുണം ചെയ്യും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഈ സ്മൂത്തി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പീനട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ തേനും ഈ പീനട്ടും കൂടി ചേർക്കുമ്പോൾ സ്മൂത്തി കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് മാറും. ഈ വെയിറ്റ് ഗെയിൻ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കപ്പ് തൈരും കൂടി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. എന്ത് കഴിച്ചിട്ടും വണ്ണം വയ്ക്കാത്തവർക്ക് ഈ സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കാനും. താങ്ക് യു ഫോർ വാച്ചിങ്.